ഇങ്ങനൊന്നും ഒരിക്കലും ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ല. അങ്ങനെ നോക്കുമ്പോൾ അതൊരു ചീറ്റിംഗ് അല്ലേ? പക്ഷെ ഇതൊരു എക്സ്ട്രീം ചീറ്റിംഗ് ആണ് പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും ഓപ്പോസിറ്റ് ഉള്ള ആ വ്യക്തിക്ക് മനസ്സിൽ ഒരു ഇഷ്ടം ജനിപ്പിച്ചതിന് ശേഷം അവരുടെ ലൈഫിൽ നിന്നും പെട്ടെന്ന് അങ്ങോട്ട് പോവാന്ന് അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കുക. ഇത് പ്രണയത്തിന്റെ ഒരു ലൂപ്പാണ്. അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേറെ വഴിയില്ല. റിലേഷൻഷിപ്പേ വേണ്ട എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരുപാട് ആളുകളെ എനിക്കറിയാം. ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അവർ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തൊരവസ്ഥയല്ലേ അയാളുടെ. ഇതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അത് അവിടെയും ഉള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രണയത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം സിറ്റുവേഷൻസിൽ അവർ ഇന്നതാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ടാവും. പല സിറ്റുവേഷൻസിലും മീൻസ് അയാളുടെ റിയൽ ആയിട്ടുള്ള സ്വഭാവം ചിലപ്പോൾ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ അവർക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രണയത്തിൽ അങ്ങോട്ട് ലയിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ പ്രശ്നങ്ങൾ. ഇത് തുടക്കത്തിൽ ശ്രദ്ധിക്കാത്ത പക്ഷെ എന്ത് ചെയ്യും, ഫ്യൂച്ചറിലാണ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുക. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ശ്രദ്ധിക്കാനായിട്ട് ഈ പറഞ്ഞ ഡേറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും അല്ലേ? ഉറപ്പായിട്ടും നമ്മൾ ഡേറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ അത് ഒരു സാധ്യത മാത്രമാണ്. അതുകൊണ്ട് എല്ലാം റെഡിയാവുന്നല്ല ഞാൻ പറയുന്നത്. ഡേറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മൾ മനസ്സിലാക്കാതെ ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും കുറച്ചും കൂടെ പ്ലാൻഡ് ആയിട്ട് അവരെ മനസ്സിലാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ എല്ലാവർക്കും ഈ പ്ലാനിങ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ടോ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിനകത്ത്? ഇല്ല, ഇതിൽ പ്ലാനിങ് എന്നതല്ല മെയിനായിട്ട്. അതായത് ഇപ്പം പലരും റിലേഷൻഷിപ്പിൽ ആക്സിഡൻ്റലി സംഭവിക്കുന്ന റിലേഷൻഷിപ്പ് പലതും ഉണ്ടാവും. അതായത് അവർക്ക് എന്താന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. അത് പ്രീ പ്ലാൻഡ് അല്ല കൂടുതലും. അത്തരം റിലേഷൻഷിപ്പിൽ നമ്മളിപ്പോൾ പ്രീ പ്ലാൻഡ് അല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കാണുന്നു, നാളെ തന്നെ കല്യാണം കഴിക്കുക, അങ്ങനെയൊന്നുമല്ലല്ലോ. അതും ഒരു ഡേറ്റിങ്ങിന്റെ ഒരു പാർട്ട് തന്നെയാണ്. നമ്മൾ പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു, പ്രണയിക്കുന്നു, ആ ഒരു മൊമെന്റിലേക്ക് നമ്മൾ ഇൻവോൾവ് ആകുന്ന പക്ഷം ഇതിനും ഒരു തുടക്കമുണ്ട്. ഈ തുടക്കത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഒരാളെ പഠിക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു പലരും മോസ്റ്റ്ലി ആൾക്കാരും ഒരാളെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻസ് അയാൾ ഇങ്ങനെ ആയിരിക്കും, വാട്ടെവർ അയാൾക്ക് ഇപ്പോൾ മോശം സ്വഭാവം ഉണ്ടെങ്കിൽ പോലും അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് അതിൽ നിന്ന് മാറാത്ത ആൾക്കാരുണ്ട്. അതിന്ന് അവർക്ക് മാറാൻ പറ്റത്തില്ല. അതാണ് ഇത് പ്രണയത്തിൻ്റെ ഒരു ലൂപ്പാണ്. നമ്മളവിടെ സ്റ്റക്കായി പോകുന്നൊരവസ്ഥയുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, അതായത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ പോലും അതും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് മനുഷ്യന് മാറാം. ആ ഒരു ലെവലിലേക്ക് വരെ ഒരാൾക്ക് എന്ത് ചെയ്യാം, മാറ്റങ്ങൾ സംഭവിക്കാം. ഒരാൾ ഓപ്പോസിറ്റുള്ള പാർട്ട്ണർ എന്ന് പറയുന്നത് ഭയങ്കര ടോക്സിക് ആണ്, പക്ഷേ ആ വ്യക്തിനെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഞാൻ ആ ടോക്സിക് ആയിട്ടുള്ള അവസ്ഥ സഹിക്കാൻ അതങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ജീവിക്കും. പക്ഷേ ഇതിനും ഒരു പരിധി ഉണ്ടല്ലോ. നമ്മളിങ്ങനെ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മളിങ്ങനെ സഹിച്ച് ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് നമുക്കിത് ഡൈജസ്റ്റ് ആവില്ല. യെസ്, അത് നമുക്ക് പറ്റാത്തൊരവസ്ഥയിൽ വരുമ്പോൾ നമ്മളത് ഉപേക്ഷിക്കും. അപ്പോഴേക്കും വളരെ ലേറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ അവർക്ക് ഉപേക്ഷിക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ലേറ്റ് ആയല്ലോ, ഇത്രയും പ്രായത്തിൽ എനിക്ക് ഉപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയും കാലം സഹിച്ചു, ഇനി എന്ത് ചെയ്യാം, ഇനി അങ്ങോട്ട് സഹിക്കാം, അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേറെ വഴിയില്ല എന്ന് അവർ തന്നെ ചിന്തിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ജീവിക്കാനുള്ളത് നാളത്തെ ഒരൊറ്റ ദിവസം മാത്രമാണെങ്കിലും ആ ഒരു ദിവസമെങ്കിലും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാമല്ലോ. അങ്ങനത്തെ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാതിരിക്കലാണ് ഏറ്റവും നല്ലത്. തുടക്കത്തിൽ തന്നെ മനസ്സിലായാൽ നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. അല്ല, നമ്മൾ കോൺഷ്യസ് അല്ലാതായിട്ടുണ്ടെങ്കിൽ അതിലങ്ങൾ ലയിച്ചു പോയാൽ നമുക്കത് കാണാൻ പറ്റത്തില്ല, ബ്ലൈൻഡ് ടൈപ്പ്. ഹീൽ ആൻഡ് ഗ്രോയിൽ ഒരുപാട് റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ടാവും. അതിൽ താങ്കളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻട്രസ്റ്റിംഗ് എന്നതിലുപരി എനിക്ക് ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു 2 കപ്പിൾസ് വന്നു. അപ്പോൾ ഹസ്ബൻഡാണ് എന്നെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പരാതി എന്ന് പറയുന്നത് വൈഫിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അവോയ്ഡ് ചെയ്യുന്നത് പോലെ, തീരെ നമ്മളെ പരിഗണിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, ഒന്നും സംസാരിക്കാനില്ല. ഓക്കെ, അവരെ തീരെ അവൈലബിൾ ആകുന്നില്ല, ഒന്നിനും അവർ സമ്മതിക്കുന്നില്ല, ഈ ഒരു രീതിയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ പേഴ്സണാലിറ്റി ടെസ്റ്റൊക്കെ ചെയ്തിട്ട് അവർ നമ്മളുടെ കൗൺസിലിങ്ങിന് ഇൻവോൾവ് ആയി. അതിനുശേഷം നമ്മൾ ആ വൈഫിൻ്റെ പേഴ്സണാലിറ്റിയൊക്കെ അനലൈസ് ചെയ്ത സമയത്ത്, അവരോട് സംസാരിക്കുകയും കൂടി ചെയ്ത സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനോട് താല്പര്യമില്ല. അതായത് ഒരു പാർട്ട്ണറെ സ്വീകരിക്കാനായിട്ട് അവർക്ക് മാനസികമായിട്ടൊരു
അവർ മെന്റലി അവർക്കത് താല്പര്യമില്ല. അവർക്കൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ജീവിക്കാൻ താല്പര്യമില്ല. മറ്റൊരാൾ തൻ്റെ കംഫർട്ട് സോണിൽ വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. മറ്റൊരാൾ തന്നെ ടച്ച് ചെയ്യുന്നത് ഇഷ്ടമല്ല. തൻ്റെ തിങ്സ് മറ്റൊരാൾ എടുക്കുന്നതോ അത് നോക്കുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അവരെപ്പോഴും ഒരു ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയല്ലോ. അപ്പോൾ ഇൻട്രോവേർട്ട് എന്നും പറയാൻ കഴിയില്ല. അവർക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂസും കാരണം ഉണ്ടാവാം. അതിൻ്റെ കൂടെ എന്തെങ്കിലും ട്രോമ അതെങ്കിലും മേ ബി അത്തരത്തിലുള്ള ഇഷ്യൂസും ഉണ്ടായേക്കാം. ഓക്കെ, നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുള്ളീനെ ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ ഒരു പ്രണയമോ ഒന്നും തോന്നുന്നില്ല. പുള്ളീനോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പുള്ളിക്ക് വേണ്ടി എന്ത് ചെയ്യണം, ആദ്യം കോപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അല്ല, ഫാമിലീൻ്റെ നിർബന്ധ പ്രകാരമാണ് കല്യാണം കഴിയുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ കുറച്ച് എഫേർട്ട് ഇട്ടു. അതായത് എനിക്കൊന്ന് ശ്രമിച്ചു നോക്കാം, എനിക്ക് ചിലപ്പോൾ വർക്കായാലോ. അതായത് ആ ലേഡി അവർക്ക് ആദ്യം അറിയായിരുന്നു അവരുടെ കൺസെപ്റ്റ് ഇങ്ങനെയാണെന്നുള്ളത്. അത് ഒന്ന് രണ്ട് നമ്മുടെ ഫാമിലിയിൽ അവതരിപ്പിച്ചു, പക്ഷെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ നിർബന്ധത്തിൽ എന്ത് ചെയ്തു, കല്യാണം കഴിച്ചിട്ട് അവരങ്ങനെ ജീവിക്കാൻ തുടങ്ങി മുന്നോട്ട് പോയ സാഹചര്യത്തിൽ അവർക്കത് പറ്റില്ല എന്ന് 100% പറ്റുന്നില്ല. പക്ഷെ ഇത് ഹസ്ബൻഡിനോട് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നും അറിയില്ല. ഇതെങ്ങനെ പറയും? ഓക്കെ, അത് പറയുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യുമോ? പക്ഷെ എനിക്ക് ഏറ്റവും വിഷമിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് തിരിച്ചിങ്ങോട്ട് പറഞ്ഞത്, കുഴപ്പമില്ല, എനിക്ക് അവരുടെ അടുത്തുമായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ട് കണക്ട് ചെയ്യണമെന്നില്ല, എനിക്ക് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം, എനിക്ക് അവരത്ര ഇഷ്ടമാണ്, എനിക്കത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. കാരണം ആ ഒരു നെഗറ്റീവ് അവരെ മൈൻഡാക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചോളാം, എന്ത് വേണം ഞാൻ ചെയ്തോളാം, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ നോക്കിയാൽ പോലും അതൊരു വർത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, അതൊരു ഉറപ്പായിട്ടും അതൊരു നിസ്സഹായമായിട്ടുള്ളൊരു അവസ്ഥയല്ലേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ഇത് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്ന പക്ഷം അത് പെട്ടെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ അവരാകെ ഷോക്കായി പോയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതൊരു ചീറ്റിംഗ് അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? അതൊരു എങ്ങനെ ചീറ്റിംഗ് ആകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫാമിലീൻ്റെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളുടെ ലൈഫാണ് എന്ത് ചെയ്തത്, യൂസ് ചെയ്തത്. അപ്പോൾ അതൊരു നെഗറ്റീവ് തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മറ്റൊരാളുടെ മനസ്സിൽ ഒരു ഇഷ്ടം ജനിപ്പിച്ചതിന് ശേഷം അവരുടെ ലൈഫിൽ നിന്നും പെട്ടെന്ന് അങ്ങോട്ട് പോകുക എന്ന് പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും ഓപ്പോസിറ്റുള്ള ആ വ്യക്തിക്ക് അത് എങ്ങനെ ബാധിക്കുന്നു പറയാൻ കഴിയില്ല. കാരണം അയാൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു റിലേഷൻഷിപ്പിൽ. ഉറപ്പായിട്ട് എത്രയൊക്കെ ഡ്രീമിങ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി ഡിഫറെൻ്റ് ആണ്. ചില ആളുകൾ ഇത് ഉൾക്കൊള്ളാനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്വഭാവം ഇതായിരിക്കും. ചില ആളുകൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അവർക്കിത് തീരെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതാണ് പിന്നീട് ഭയങ്കരമായിട്ട് ട്രോമയായിട്ട് മാറും ആൾക്ക്. ഉറപ്പായിട്ടും അതൊരു ട്രോമയായിട്ട് വന്നേക്കാം. അപ്പൊ അത്തരം ആളുകൾ സെൻസിറ്റീവ് അങ്ങനെ വന്നായിരുന്നോ ആ കേസിൽ? അങ്ങനെ വന്നിട്ടുണ്ട് ആൾക്കത് പിന്നീട് നമ്മൾ ആ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോഴാണല്ലോ. അപ്പൊ അതിനുശേഷമൊക്കെ പുള്ളീനെ കണക്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി പിന്നെ ഔട്ട് ഓഫ് കവറേജ് ആണ്. ഐ മീൻ പുള്ളീനെ ഇല്ല എന്നല്ല, പുള്ളി ആരോടും സംസാരിക്കുന്നില്ല, ആരോടും കോപ്പറേറ്റ് ചെയ്യുന്നില്ല, ഫ്രണ്ട്സിനോട് ആരോടും സംസാരിക്കാതെ. ആ ഒരു വ്യക്തിയുടെ ജീവിതം അങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ്. മുമ്പ് വരെ ഹാപ്പി ആയിട്ടിരുന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യാണ്, ആരോടും സംസാരിക്കാതെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് പോവാണ്. അപ്പം ഇതിന് കാരണമായത് ആ ഒരു വ്യക്തിയാണ്, ആ ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ട്രോമ ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ആരെ അപ്രോച്ച് ചെയ്താലും, ഇപ്പോൾ അദ്ദേഹത്തെ ആരെ അപ്രോച്ച് ചെയ്താലും അദ്ദേഹം ആരെ അപ്രോച്ച് ചെയ്താലും ഈ ഒരു ട്രോമ അയാൾക്കത് അപ്പോഴും റിമെയിൻസ് ആയിരിക്കും അല്ലേ? ആ ഒരു പേടി ഉണ്ടാവും. ഇനി അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് ഈ ഒരു പുരുഷൻ എന്ത് ചെയ്യാണ്, കയറാന്ന് വിചാരിക്കും. ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും. ഓക്കെ, ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ അങ്ങനെ പോകാൻ തന്നെ അടുത്തൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുമെന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിനു ശേഷം അത് ഒരു ഭയങ്കര ദയനീയമായ അവസ്ഥയിലാണ് ബ്രേക്ക് ആയെന്ന് വിചാരിക്കുക. അതിനുശേഷം റിലേഷൻഷിപ്പേ വേണ്ട എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരുപാട് ആളുകളെ എനിക്കറിയാം. നമുക്ക് കൗൺസിലിങ്ങിന് വന്നതായാലും നമ്മുടെ പേഴ്സണലി ഉള്ള അറിവിലുള്ള ആളുകളാണെങ്കിലും അല്ലേ, നമ്മൾ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇനി എനിക്ക് റിലേഷൻഷിപ്പ് വേണ്ട, കാരണം അവർക്ക് മേ ബി ബെറ്റർ ആയിട്ടുള്ളൊരു പാർട്ട്ണറെ കിട്ടുമായിരിക്കും, അവരുടെ ജീവിതം കുറേ കൂടെ മനോഹരമാകുമായിരിക്കും. പക്ഷെ അവർക്ക് ആ ഒരു റിസ്ക് എടുക്കാൻ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു കോൺഫിഡൻസ് ഇല്ല. കാരണം അത് അത്രത്തോളം മുമ്പുണ്ടാക്കിയ ഒരു ട്രോമയാണ് ആ ഒരു കോൺഫിഡൻസിനെ നശിപ്പിച്ചത്. ഇപ്പോൾ ഇത്തരം കേസല്ലാതെ പ്രോപ്പർ ചീറ്റിംഗ് അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കുക, ചീറ്റ് ചെയ്യുക എന്നുള്ളൊരു അങ്ങനത്തെ ഒരു കേസസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? യെസ്, അതിൽ മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇമാജിനേഷനിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പറയുന്ന കാര്യം. അതായത് ഒരു കല്യാണം കഴിഞ്ഞ് ഒരു 3 year ആയിട്ടുള്ള കപ്പിൾസ്, ഹസ്ബൻഡ് ഗൾഫിലാണ്, ഓക്കെ, വൈഫ് നാട്ടിലാണ്. അപ്പോൾ വൈഫിനെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, വൈഫിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഹസ്ബൻഡാണ്. ഒരു ദിവസം ഹസ്ബൻഡിനൊരു കോള് വരിക. ഓക്കെ, കോള് വന്നിട്ട് ആ ഒരു കോൾ ഒരു പുരുഷനാണ് സംസാരിക്കുന്നത്. അവർ പറയുന്നത്, അതായത് ആ ലേഡിയുടെ കോളിൽ നിന്ന് അല്ല, വേറെ നമ്പറിൽ നിന്നേ വരുന്നത്. അപ്പോൾ ആ ഒരു കോളിൽ പറയുന്നത്, നിങ്ങളുടെ വൈഫായിട്ടുള്ള ഇന്ന വ്യക്തിയുമായിട്ട്
ഞാൻ ഇഷ്ടത്തിലാണ്, ഞങ്ങൾ കുറേ കാലമായിട്ട് ഇഷ്ടത്തിലാണ്, അപ്പോൾ ഞങ്ങൾക്കിത് എങ്ങനെ അവതരിപ്പിക്കണം എന്നറിയില്ല, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടി ഒന്ന് മാറിത്തരണം. ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുക, ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുക. അയാൾ ആകെ നമ്മൾ പറയുന്ന ഒരു ഫ്രീസ് എന്ന് പറയുന്ന ഒരവസ്ഥ, മനസ്സിലായോ? ഫൈറ്റ് ഓർ ഫ്ലൈ എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ ഫ്രീസ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ ഫ്രീസ് ആയിപ്പോയി പുള്ളി. ആ ഒരു ഷോക്ക് മാറാതെ തന്നെ വൈഫിനെ കോൺടാക്ട് ചെയ്തപ്പോൾ സെയിം പാറ്റേൺ. അതേപോലെ തന്നെ ഇന്നലെ വരെ നമ്മളോട് നന്നായിട്ട് വിശേഷങ്ങളെ ചോദിച്ച ഒരാൾ നാളെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, നാളെ അടുത്തൊരു ദിവസം വിളിക്കുന്ന സമയത്ത് പറയാണ് വേണ്ട എനിക്കിത് പറ്റത്തില്ല. കാരണം അവർ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അവർ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കുക, ഹസ്ബൻഡ് ഇവിടെ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് തൻ്റെ കുട്ടികളെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അവരുടെ കരിയർ ഇങ്ങനെ ബിൽഡ് ചെയ്യണം, വൈഫിന് ഇങ്ങനെ ചെയ്തു കൊടുക്കണം, വീടുണ്ടാക്കണം, ഇങ്ങനെ കുറേ പ്ലാനിങ് ഇങ്ങനെ ഡ്രീമിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ വൈഫ് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബന്ധം എങ്ങനെ തകർക്കണം, ഇവരെങ്ങനെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം, ആ ഒരു മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിനെന്തൊക്കെ സേവ് ചെയ്യാം, തൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ സേഫ് ആകാം. ഇതാണ് ഒരു നേരത്തെ പറഞ്ഞത് ഒരു തരത്തിൽ ചീറ്റിംഗ് ആണ്, പക്ഷേ ഇതൊരു എക്സ്ട്രീം ചീറ്റിംഗ് ആണ്. ഇങ്ങനെയൊന്നും ഒരിക്കലും ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യണമെന്നോ വർക്കാവുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ പറയുക. നിങ്ങൾക്ക് ആ തോന്നൽ എപ്പോഴാണോ തുടങ്ങി അതിനൊരു പോയിന്റ് ഉണ്ടാവും, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അത് ഡീൽ ചെയ്യുക. യെസ്, അവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ ഡീൽ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാർത്ഥത. അവരുടെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യത്തിനാണ് അവരെന്ത് ചെയ്ത് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അവരുടെ ഇമോഷനോ അവരുടെ മുന്നോട്ടുള്ള ലൈഫോ അതിനൊന്നിനും ഒരു വില കൽപ്പിച്ചിട്ടില്ല. അപ്പം ഇത്തരം ആളുകളൊക്കെ ഉണ്ട്. എന്തൊരവസ്ഥയല്ലേ അയാളുടെ, എന്തൊരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും ആൾ കടന്നു കൊണ്ടുപോകും. ഉറപ്പായിട്ടും. കാരണം പുള്ളിയെ സംബന്ധിച്ച് പുള്ളി നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് സെഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ ഓൾറെഡി റിക്കവറി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. റിക്കവറി മീൻസ് ആ ഒരു ട്രോമ എപ്പോഴും ഒരു ട്രോമ തന്നെയാണ്. അതുണ്ടാവും. ഇപ്പോൾ അയാളുടെ ഞാനിപ്പോൾ കഥ പറയും, സ്റ്റോറി പറയുമ്പോൾ അയാളുടെ ഭാഗത്ത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ എന്തൊരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും പുള്ളി കടന്നു പോയിട്ടുണ്ടാവുക. ഉറപ്പായിട്ടും ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ പുറമേന്ന് കാണുന്ന ആളുകൾക്ക് ഒരു കഥയാണ്, അല്ലെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മൂന്നാമതൊരാൾക്ക് കേൾക്കുമ്പോൾ അതൊരു സ്റ്റോറിയാണ്, ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ആ ഒരു സ്റ്റോറി കേൾക്കുന്ന ഒരു സിനിമ കാണുന്ന ലാഘവത്തിൽ അത് വിട്ടുകളയും. പക്ഷേ ഇത് അനുഭവിച്ച വ്യക്തിക്ക് ഇതൊരു ട്രോമയാണ്. തീർച്ചയായിട്ടും അവർക്ക് അത് അവരെ എപ്പോഴും ഇപ്പോൾ ഉറക്കം കെടുത്തുന്ന, അവർക്ക് അവരുടെ ജീവിതത്തിലുള്ള ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നല്ല ആൾക്കാർ ഭയങ്കര ഒരു എക്സ്ട്രീം നെഗറ്റീവായിട്ട് ചിന്തിച്ച് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓഫ്കോഴ്സ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൺട്രോളിൽ നിന്ന് പോകുന്ന പക്ഷം നമുക്കൊരിക്കലും നമ്മുടെ തീരുമാനങ്ങളും എല്ലാം കൊണ്ടും നമ്മളങ്ങോട്ട് കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. ഇവിടെ നമ്മൾ എക്സ്ട്രാ ഒരു ഡ്രിങ്ക്സ് അതല്ലാന്നുണ്ടെങ്കിൽ ഡ്രഗ്സ് പോലെയുള്ള കാര്യങ്ങളെ ആശ്രയിക്കേണ്ട സിറ്റുവേഷൻ ചില ആളുകൾക്ക് വരാറുണ്ട്, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ പറയുകയാണ്, എടാ എനിക്ക് ഞാനാകെ പൊളിഞ്ഞിരിക്കുകയാണ്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ്, എടാ നീ ഇതൊന്ന് ഉപയോഗിക്കുക, എൻ്റെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാവും, അല്ലേ? അവർ കള്ള് കുടിക്കാനാണ് നിർബന്ധിക്കുന്നതെന്ന് കൂടെ വിചാരിക്കുക. ഈ കള്ള് കുടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആ ഒരു കോൺഷ്യസ് എന്ന് പറയുന്ന നമ്മുടെ കൺട്രോൾ കട്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോൺഷ്യസ് ആവാതിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആകെയുള്ളൊരു കൺട്രോൾ എന്ന് പറയുന്നത് കോൺഷ്യസ് ആണ്. നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കൺട്രോൾ. ഈ കൺട്രോളിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കൊണ്ടുപോയി കളയാണ്. പിന്നെ കൺട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അവസ്ഥ? എനിക്കൊണ്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ മദ്യപാനം ഇങ്ങനത്തെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ആ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആ ഉണ്ടാകുന്ന ഒരു എമോഷൻ ഉണ്ടല്ലോ, അതിൻ്റെ പേരിലും പല കാര്യങ്ങളും സംഭവിക്കാറില്ലേ? നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. പക്ഷേ അവിയൽ വന്നു, തോരൻ വന്നു, 2 കൂട്ടം പായസം വന്നു, പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു, വയറും നിറഞ്ഞു. ഒരുപാട് തള്ളാൻ നിൽക്കുന്നത്. എത്രത്തോളം റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്ന കേസുകളാണ് വരുന്നത്. മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നതല്ലേ നല്ലത്? ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു ലോൺലിനെസ് ഉണ്ട്. നമ്മളുടെ കയ്യിൽ നിന്ന് പോകും, കുറേയൊക്കെ നമ്മുടെ കൺട്രോളൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ ഇമോഷണലി വീക്കാവും, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതൽ പ്രശ്നങ്ങൾ വഷളാവാതിരിക്കാൻ ഒരു കാര്യവും ഇങ്ങനെയൊക്കെ ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം മുതൽ നിങ്ങളുടെ ഫോൺ എന്തായിരിക്കും, ഉറപ്പായിട്ടും അവരുടെ നിരീക്ഷണത്തിലായിരിക്കും. ഇതൊക്കെയാണോ ഡൈവേഴ്സ് കേസസിന് ഏറ്റവും കൂടുതൽ ഫാക്ടറായിട്ട് പോകുന്ന കാര്യങ്ങൾ?